തൊടാതെ. തൊട്ടു. പുലക്കുടി കയറിയത് തീ അണക്കാനാ. താണ ജാതിക്കാരി തൊട്ട അശുദ്ധാവൂന്ന് അറിയില്ലേ? താണജാതിക്കാരിയല്ല, ഒരു അമ്മുമ്മയെ ഞാൻ തൊട്ടത്. എന്നിട്ട് അശുദ്ധി മാറാൻ കുളിച്ചോ? ദേവശുദ്ധിയായി രാവിലെ കുളിച്ചു, എന്നിട്ട് ധ്യാനിച്ചു. താണ ജാതിക്കാരെ തൊട്ടതിന് ശേഷം കുളിച്ചോന്നാ ചോദിച്ചത്. ആ അമ്മുമ്മ ജാതി താണതോ ഉയർന്നതോ എന്നറിയില്ല. താണ ജാതിക്കാരെ തൊട്ട കുളിച്ചിട്ടേ വീട്ടിൽ കയറാവുന്ന എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പശുവിനെ ആടിനെ നിത്യം ഞാൻ എത്ര വട്ടം തൊടാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ കുളിക്കാറില്ലല്ലോ. കന്നാലികളെ പോലെയാണ് താണജാതിക്കാര്. തീണ്ടി നടന്നിട്ട് ന്യായം പറയുന്നു, ഗുരുത്തം കെട്ടവൻ. വൈദ്യരാമാവൻ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. മൃഗങ്ങളെക്കാൾ മോശമാണോ ആ സാധുക്കൾ? രാമായണം മഹാഭാരതം വ്യാഖ്യാനിക്കുന്ന അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. എല്ലാരും ലാളിച്ച് വഷളാക്കി. വാക്കുകൊണ്ട് എല്ലാരെയും ജയിക്കാന്നായി അല്ലേ നാണു? അല്ലമ്മേ, അമ്മയുടെ ഭക്തിയും വിശ്വാസം എനിക്ക് ഇഷ്ടമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാം പല തട്ടിൽ കണ്ടാൽ അത് ഈശ്വരൻ എന്നേ. ചാണകം തൊട്ട അശുദ്ധിയില്ല, അതിലാണ് ഗണപതി ഭഗവാനെ സൃഷ്ടിക്കുന്നത്. ഗോമൂത്രം പവിത്രം, മനുഷ്യൻ മാത്രം അശുദ്ധം. ഇതല്ലേ ദൈവനിന്ന? തീണ്ടലിന്റെ പേര് പറഞ്ഞു മാറ്റി നിർത്താൻ കൃമികീടങ്ങളെക്കാൾ നിന്നരാണോ അവർ? വായുവും വെള്ളവും എല്ലാവർക്കും ഒരുപോലെയാണ്. ഗ്രന്ഥങ്ങൾ പറയുന്നു എല്ലാവരും ആ പരമാത്മാവിന്റെ അംശമാണെന്ന്. അതല്ലാതാവാൻ വഴിയില്ല. ഒരേ പരമാത്മാവാണെങ്കിൽ ആത്മാക്കളും ഒന്ന് തന്നെ. അയിത്ത ജാതിക്കാരെ തുടരുതെന്നാ പറഞ്ഞത്, അല്ലാതെ നാണുവിനെ വിഷമിപ്പിക്കാനല്ല. അമ്മയുടെ ഈ വാക്കുകളാണ് സങ്കടകരം. അമ്മോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്താ? അയിത്തം മനുഷ്യർക്ക് ഈശ്വരൻ കൊടുത്തതാണോ? അച്ഛനെങ്കിലും മറുപടി തന്നിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട വൈദ്യരമാവനെങ്കിലും പറഞ്ഞു തരണം, അയിത്തം മനുഷ്യർക്ക് ഈശ്വരൻ കൊടുത്താണോ മനുഷ്യൻ കൊടുത്താണോ? എഴുത്തിനിരുത്തിയ മൂത്ത പിള്ള പറഞ്ഞതുപോലെ നീ നാണുവല്ല, സാക്ഷാൽ നാരായണനാണ്. നല്ല വാക്കും നല്ല ചിന്തയും നല്ല കർമ്മവും ചേരുമ്പോ നാരായണനായി. അതല്ലേ അമ്മേ നരനാരായണൻ?